ഓക്കെ, നമ്മൾ സത്സംഗത്തിൻ്റെ 29-ാം ദിവസം. ഓക്കെ, നാളെ 30-ാം ദിവസമാണ്. നാളെ സിസ്റ്റർ ഉണ്ടാവും. നാളെ നമ്മുടെ സത്സംഗത്തിൻ്റെ ലാസ്റ്റ് ഡേ. മിനാസ്റ്റർ എല്ലാവരെയും വന്ന് നാളെ കാണുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നാളെ എല്ലാവരും മുടങ്ങാതെ എത്തിച്ചേരുക. പിന്നെ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളെല്ലാം നമുക്ക് കിട്ടുന്നത്, അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. മുരളി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് തുടർന്നുള്ള മുരളികളെല്ലാം ലഭിക്കുന്നത് അതിൻ്റെ 1-2 നമ്മുടെ വെബ്സൈറ്റുകൾ, ചാനലുകൾ പരിചയപ്പെടുത്താം. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ബ്രഹ്മകുമാരീസ് പാലക്കാട്, ബ്രഹ്മകുമാരീസ് പാലക്കാട് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് നമുക്ക് ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാവുക. ഡെയിലി പ്രഭാത മുരളി ഉണ്ടാവും. 6:30 മുതൽ 7 മണി വരെ മെഡിറ്റേഷനും, 7 മുതൽ 8 വരെ പ്രഭാത മുരളിയും, 8 മുതൽ 8:30 വരെ മെഡിറ്റേഷനും. അങ്ങനെ ഒരു 2 hours പ്രോഗ്രാം ആയിരിക്കും. അപ്പം അത് നമ്മുടെ ബ്രഹ്മകുമാരീസ് പാലക്കാട് എന്ന് പറയുന്ന ഈ ചാനൽ കിട്ടും. അതുപോലെ എല്ലാ ദിവസത്തെ സന്ധ്യായോഗവും ഈ ചാനലിൽ തന്നെയാണ് കിട്ടുക. ബ്രഹ്മകുമാരീസ് പാലക്കാട് ശിവജ്യോതി ഭവൻ എന്ന് പറയുന്ന ബ്രഹ്മകുമാരീസ് പാലക്കാട് ശിവജ്യോതി ഭവൻ ആണ് നമ്മുടെ കേന്ദ്രത്തിൻ്റെ പേര്. ബ്രഹ്മകുമാരീസ് പാലക്കാട് എന്നോ ശിവജ്യോതി ഭവൻ എന്നോ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്കിത് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ചാനൽ വന്ന് ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം ലൈവ് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. ഓക്കെ, അതുപോലെ അമൃതവേള മെഡിറ്റേഷൻ, നമുക്ക് ദിവസമുള്ള അമൃതവേള മെഡിറ്റേഷനും ഇതിൽ തന്നെയാണ് ലഭിക്കുക. ദിവസം അമൃതവേള മെഡിറ്റേഷൻ, പ്രഭാത മുരളി, സന്ധ്യായോഗം, ഇത് റെഗുലറായിട്ട് ഇതിലുണ്ടാവും. മറ്റ് പ്രത്യേകിച്ച് പ്രോഗ്രാമുകൾ വരുമ്പോൾ അതും ഇതിൽ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ചാനലുകൾ, പ്രധാനപ്പെട്ട മറ്റൊരു ചാനലാണ് ബ്രഹ്മകുമാരീസ് കേരളം എന്ന് പറയുന്ന ഈ ചാനൽ. അപ്പോൾ ഈ ചാനലും അതുപോലെ യൂട്യൂബിൽ ബ്രഹ്മകുമാരീസ് കേരളം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാനൽ കാണാം, ബ്രഹ്മകുമാരീസ് കേരളം. ഈ ചാനൽ ഫുൾ ടൈം ലൈവായിട്ട് ഓടിക്കൊണ്ടിരിക്കും. 24 hours ലൈവ് ചാനലാണ്. ഈ ചാനലിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 7:30 മുരളി കഴിഞ്ഞതിന് ശേഷം ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബ്രഹ്മകുമാരീസ് കേരളം എന്ന് പറയുന്ന ചാനലിൽ ധാരാളം സീനിയേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. അത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ട് ആ ക്ലാസ്സുകൾ നമുക്ക് മലയാളത്തിൽ കേൾക്കാം. അതുപോലെ മലയാളം പാട്ടുകളുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇതിൽ വീഡിയോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലിലുള്ള ക്ലാസ്സുകൾ, പാട്ടുകൾ, അതുപോലെ ഈ ചാനൽ 24 hours ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇതിൽ ധാരാളം മറ്റ് പല പ്രോഗ്രാമുകൾ അപ്ലോഡ് ചെയ്ത് വെച്ചതുകൊണ്ട് അതെല്ലാം നമുക്കിതിൻ്റെ വീഡിയോസ് പ്ലേലിസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. ഒത്തിരി കാര്യങ്ങൾ ഈ ചാനലിലൂടെ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബ്രഹ്മകുമാരീസിൻ്റെ മറ്റൊരു ചാനലാണ് ശിവജ്യോതി മീഡിയ കേരളം എന്ന് പറയുന്ന ചാനൽ. ശിവജ്യോതി മീഡിയ കേരളം. അപ്പോൾ ഈ ചാനലുകളെല്ലാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദിവസവും നമുക്ക് പല പല പ്രോഗ്രാമുകൾ, ഇപ്പോൾ തത്വമസി പ്രോഗ്രാം എന്ന് പറയുന്നത് ശിവജ്യോതി മീഡിയ ചാനലിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രോഗ്രാം നമുക്ക് കാണാം, ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം. ഓക്കെ, അതുപോലെ നമ്മുടെ മറ്റൊരു ചാനലാണ് പീസ് ഓഫ് മൈൻഡ് TV മലയാളം. പീസ് ഓഫ് മൈൻഡ് TV മലയാളം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മലയാളം പ്രോഗ്രാം, ജനറൽ ആയിട്ടുള്ള ധാരാളം ഉള്ള പ്രോഗ്രാമുകൾ ഈ ചാനലിലും ലഭിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമുക്ക് ഈ ചാനലിൽ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള പല പല പ്രോഗ്രാമുകൾ നമുക്കിതിൽ കിട്ടും. ബ്രഹ്മകുമാരീസ് കേരളത്തിൽ കൂടുതലും ഈ കോഴ്സ് കഴിഞ്ഞവർക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള BKSനുള്ള പ്രോഗ്രാം ആയിരിക്കും ബ്രഹ്മകുമാരീസ് കേരളത്തിലുണ്ടായിരിക്കുക. ശിവജ്യോതി മീഡിയ, പീസ് ഓഫ് മൈൻഡ് TVയിലും ശിവജ്യോതി മീഡിയയിലും
ജനറൽ ആയിട്ടുള്ള പ്രോഗ്രാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മുഖ്യമായിട്ടുള്ള ചാനലുകൾ. അപ്പോൾ എല്ലാവരും ഈ ചാനലുകൾ മനസ്സിലാക്കുക. പീസ് ഓഫ് മൈൻഡ് TV, ശിവജ്യോതി മീഡിയ കേരളം, ബ്രഹ്മകുമാരീസ് കേരളം, ബാക്കി മറ്റ് ചാനലുകളുണ്ട്. അത് പതുക്കെ നമുക്ക് പരിചയപ്പെടാം. കുട്ടികളുടെ പ്രോഗ്രാം എല്ലാം ഉള്ളത് ദിശ ഫോർ സക്സസ്, യൂത്തിനുള്ള പ്രോഗ്രാം എല്ലാം അതിൽ നടക്കും. ചിൽഡ്രൻസിൻ്റെ പ്രോഗ്രാം, യൂത്തിൻ്റെ പ്രോഗ്രാം, ചിൽഡ്രൻസിൻ്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന പ്രോഗ്രാമും ടച്ച് ദ ലൈറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പോൾ ഈ പ്രോഗ്രാമുകളെല്ലാം നമുക്ക് ദിശ എന്ന് പറയുന്ന ഈ ചാനലിൽ കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ ഇതുപോലെ ഓൺ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അത് ഈ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ചാനലുകളിൽ ലൈവ് പ്രോഗ്രാം വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ പുതിയ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളും കൂടി നമുക്ക് തുടർന്ന് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോവാം, അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എവിടെ നിന്ന് ലഭിക്കും എന്നുള്ളതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും നമുക്ക് പരിചയപ്പെടാം. സോ ഫേസ്ബുക്കിലും നമുക്കിതുപോലെ ധാരാളം നമ്മുടെ ബ്രഹ്മകുമാരീസ് പാലക്കാട്, അതുപോലെ നമുക്ക് ഇത് ബ്രഹ്മകുമാരീസിൻ്റെ പാലക്കാട്, ബ്രഹ്മകുമാരീസ് കേരളം, അങ്ങനെ ബ്രഹ്മകുമാരി മീന ബഹൻ, നമുക്കങ്ങനെ ഫേസ്ബുക്കിലും ധാരാളം പേജുകളുണ്ട്. അപ്പം ഈ ഫേസ്ബുക്കിലൂടെ നമുക്ക് ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം പതുക്കെ പതുക്കെ പോകെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഈ ഒഫീഷ്യലായിട്ടുള്ള സാധനങ്ങൾ മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ അറിയാലോ, പലതരത്തിലുള്ള പേജുകളും സേവനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് ഒറിജിനൽ ഫേക്ക് ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമുക്ക് വഴിതെറ്റി പോകരുതല്ലോ. അതുകൊണ്ട് എല്ലാവരും എപ്പോഴും ഒഫീഷ്യലായിട്ടുള്ള ഓരോ സെൻറ്ററുകൾക്കും, കേരളത്തിലെ ഓരോ സെൻറ്ററുകൾക്കും അവരുടേതായിട്ടുള്ള ഫേസ്ബുക്ക് പേജുകളും ചാനലുകളും എല്ലാം ഉണ്ട്. അപ്പോൾ അതാത് സെൻറ്ററുകളിൽ പോയി കഴിഞ്ഞാൽ അവർ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തരും. അതനുസരിച്ച് നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ പുരുഷാർത്ഥി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ മുരളിയിലേക്ക് കടക്കാം. റൈറ്റ്, ഓം ശാന്തി. 29/12/2021 ബാബ പറയുകയാണ്, എൻ്റെ മധുരമായ കുട്ടികളെ, എൻ്റെ ലവ്ലി ചിൽഡ്രൻ, നിങ്ങൾ പകുതി കൽപ്പം സുഖധാമത്തിൽ ഹോളിഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ബാബ പറയണം, പിന്നീടാണ് നമ്മൾ ദുഃഖത്തിലേക്ക് പതുക്കെ പതുക്കെ ഇറങ്ങി വന്നത്. അവിടെ ഹോളിഡേ ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ദുഃഖത്തിൻ്റെ പേരോ അടയാളമോ ഉണ്ടായിരുന്നില്ല. ദുഃഖം എന്താണെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരു സാധനം എന്താണെന്ന് പോലും അറിയാത്തൊരു ലോകമായിരുന്നു. ഹോളിഡേ, റിട്ടയർ ലൈഫ്, കളിച്ചും ചിരിച്ചും എൻജോയ്മെൻറ്റ് മാത്രമായിരുന്നു അവിടെ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന അതല്ലേ. നമ്മളെല്ലാവരും ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട് അല്ലേ? ഹോളിഡേ എൻജോയ് ചെയ്യാൻ. ആഴ്ചയിൽ 2 ദിവസം ഹോളിഡേ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് ദിവസം ലീവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് എൻജോയ് ചെയ്യണം. പക്ഷെ ആ ലീവ് കിട്ടണമെങ്കിൽ, ആ ഹോളിഡേ എൻജോയ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാനുണ്ട്? നമുക്ക് അത്രയും സമയം പണിയെടുക്കാനുണ്ട്. അത്രയും എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഹോളിഡേ നമുക്ക് പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ബാബ നമുക്ക് ഇന്നത്തെ ലോകത്ത് നോക്കിക്കോളൂ, നമ്മൾ 6 ദിവസവും 7 ദിവസവും ഒക്കെ പണിയെടുത്തിട്ട് മിനിമം 6 days പണിയെടുത്താലേ നമുക്ക് ഒരു ദിവസം ഹോളിഡേ കിട്ടുള്ളൂ. ബാബ നമുക്ക് പണി തരുന്നത് എത്രമാത്രമാണ്? ഈ സംഗമയുഗം എന്ന് പറയുന്ന ചെറിയ ഒരു പീരീഡിൽ കുറച്ച് സമയത്തെ എഫേർട്ട്. അതും എത്ര കഠിനമായ എഫേർട്ടൊന്നുമല്ല, കഠിനമായ പുരുഷാർത്ഥമൊന്നുമല്ല, വളരെ സഹജമായ ഈസി എൻജോയ് ചെയ്തുകൊണ്ടുള്ള ശാന്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പുരുഷാർത്ഥം. ആ പുരുഷാർത്ഥം ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ റിസൾട്ടായിട്ട് ബാബ നമുക്ക് പകുതി കൽപ്പത്തെ
ഹോളിഡേ നൽകുകയാണ്. ചെറിയ എഫേർട്ടിന് വലിയ റിസൾട്ട്. ഇന്നത്തെ ലോകത്തിലാണെങ്കിലോ വലിയ എഫേർട്ടിന് ചെറിയ റിസൾട്ട്. അതാണ് വ്യത്യാസം. ചോദ്യം: ബ്രാഹ്മണ കുട്ടികൾക്ക് തൻ്റെ ജീവിതത്തെ സഫലമാക്കുന്നതിന് ബാബ ഏതൊരു യുക്തിയാണ് പറഞ്ഞു തരുന്നത്? ബാബ ഈ സംഗമയുഗത്തിൽ ബാബ നമുക്ക് പുതിയ ജന്മം നൽകി. ആ പുതിയ ജന്മമാണ് ബ്രാഹ്മണ ജന്മം. അല്ലെ, പഴയതൊന്നും നമ്മൾ മരിച്ചു കഴിഞ്ഞു, ബ്രാഹ്മണനായി. ദ്വിജൻ, രണ്ടാം ജന്മം എടുത്തവനെയാണ് ബ്രാഹ്മണൻ അല്ലെങ്കിൽ ദ്വിജൻ എന്ന് പറയാം. നമ്മളാണ് സത്യമായ ബ്രാഹ്മണൻ, രണ്ടാം ജന്മം എടുത്തവൻ. അല്ലേ, അല്ലാതെ ജന്മത്തിലൂടെ ഒരാൾ ഒരിക്കലും ബ്രാഹ്മണനാവുന്നില്ല. ലോകത്തിലെ മനുഷ്യർ ഞങ്ങൾ ബ്രാഹ്മണരാന്നൊക്കെ പറയും. അല്ലെ, സത്യമായ ബ്രാഹ്മണർ നമ്മളാണ്. കാരണം നമ്മൾ കുട്ടികളാണ് ജ്ഞാനത്തിലൂടെ ജന്മമെടുക്കുന്നത്. ജ്ഞാനത്തിലൂടെ ജന്മമെടുത്തവരെയാണ് ബ്രാഹ്മണൻ, ബ്രഹ്മജ്ഞാനി. ആത്മജ്ഞാനം, പരമാത്മാജ്ഞാനം, 3 ലോകങ്ങളുടെ ജ്ഞാനം, മുഴുവൻ ഈ സൃഷ്ടിചക്രത്തിൻ്റെ ജ്ഞാനം മനസ്സിലായവരെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. സോ നമ്മളെല്ലാവരും ആരാണ്? ബ്രാഹ്മണരാണ്. ഇനി ബ്രാഹ്മണ ജന്മം നമുക്ക് ലഭിച്ചു. ഇനി ബ്രാഹ്മണ ജന്മത്തെ നമ്മൾ എന്ത് ചെയ്യണം? ബാബ പറയാണ് സഫലമാക്കണം. സോ അതിനെ സഫലമാക്കാനുള്ള യുക്തി ബാബ നമുക്ക് പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളെയും എന്താണ് പറയുന്നത്? യുക്തി എന്ന് പറയാം. യുക്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൂത്രം, എളുപ്പവഴി, ഷോർട്ട് കട്ട്. ബാബ നമുക്ക് അല്ല ഏത് കാര്യം എളുപ്പത്തിൽ ചെയ്യാൻ യുക്തി പറഞ്ഞു തരാം. ഷോർട്ട് കട്ട് എന്താണ്? അല്ലെ, ഏത് കാര്യം, ഏത് പ്രോബ്ലം സോൾവ് ചെയ്യാനും ഒരു ഷോർട്ട് കട്ടുകളുണ്ട്, ഒരു ഫോർമുലയുണ്ട്, ഒരു സൂത്രമുണ്ട്. സോ എന്താ ബാബ പറഞ്ഞു തരുന്ന സൂത്രം? യുക്തി. അതായത് നമ്മുടെ ജീവിതത്തെ സഫലമാക്കുന്നതിന് അനേക ഫലം നൽകുന്ന ഒരു ജീവിതമാക്കി മാറ്റണം. അതാണ് സഫലം, സഫലീകരിക്കുക. വിത്ത് കയ്യിലുണ്ട്, ഇനി ആ വിത്തിനെ നമുക്ക് അനേക ഫലം നൽകുന്നതാക്കി മാറ്റണം. വിത്ത് ഫലം നൽകുന്നതാകണമെങ്കിൽ എന്ത് ചെയ്യാനുണ്ട്? വിത്ത് കുഴിച്ചിടാനുണ്ട്. പക്ഷെ വിത്ത് എപ്പോൾ കുഴിച്ചിടണം? കൈ കിട്ടിയ ഉടനെ പോയി കുഴിച്ചിടുക എന്നുള്ളതാണോ? അല്ലേ, വിത്ത് എപ്പോഴാണ് കുഴിച്ചിട്ടേണ്ടത്? എവിടെയാണ് കുഴിച്ചിട്ടേണ്ടത്? എങ്ങനെയാണ് അതിനെ പരിപാലിക്കേണ്ടത്? അതിനാണ് ബാബ ഈ സംഗമയുഗത്തിൽ നമുക്ക് വിത്തും തന്ന് ഈ ഒരു ജ്ഞാനയജ്ഞവും ഈ സേവന ഫീൽഡ് തന്നിരിക്കുന്നു. ഈ സേവനത്തിൽ ഈ വിത്തുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? ഇടണം. അതിടുമ്പോഴാണ് അത് സഫലമാകുന്നത്. അത് വളർന്ന് വലുതായി നമുക്ക് അനേക കാലങ്ങളിലേക്ക് ഫലം കിട്ടിക്കൊണ്ടിരിക്കും. അല്ലേ, വിത്ത് വളർന്ന് വലുതായി ഫലം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഹോളിഡേ ആണ്. നമുക്ക് കേവലം പഴം കഴിച്ചുകൊണ്ടിരുന്നാൽ മതി. പക്ഷെ പഴം കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യാനുണ്ട്? വിത്തിടാനുണ്ട്. സോ ബാബു ഉത്തരം പറയാണ്, മധുരമായ കുട്ടികളെ, തൻ്റെ ജീവിതം സഫലമാക്കണമെങ്കിൽ തൻ്റെ ശരീരം, മനസ്സ്, ധനം സർവ്വതും ഈശ്വരീയ സേവനത്തിൽ ഉപയോഗിക്കണം. ബാബ തന്നിട്ടുള്ള ഏറ്റവും വലിയ വിത്തുകളാണ് ഈ ശരീരം. ശരീരത്തിൽ ആയുസ്, ശരീരത്തിൽ ഊർജം, ശരീരത്തിൽ എനർജി. അല്ലെ, നമുക്ക് നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ അറിവ്, പിന്നെന്ത് ചെയ്യണം? ധനം, സമ്പത്ത്, അവസരം, സാഹചര്യങ്ങൾ, ഇതെല്ലാം ബാബ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിനെല്ലാം എന്ത് ചെയ്യണം? ഈശ്വരീയ സേവനം. സോ ബാബ നമുക്ക് സേവനത്തിൻ്റെ അവസരം നൽകിയിരിക്കുകയാണ്. ഫോളോ ഫാദർ. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? അതാണ് നമുക്ക് നമ്മുടെ ഈ ജനുവരി മാസം മുതലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫോളോ ഫാദർ. ആദിദേവൻ ബ്രഹ്മബാബ, അല്ലെ, ശിവ് ബാബ ബ്രഹ്മബാബയിലൂടെ ബ്രഹ്മബാബയ്ക്ക് പറഞ്ഞു കൊടുത്ത്, അല്ലെ, ബ്രഹ്മബാബ അത് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ബാബ നിങ്ങൾ ആരെ ഫോളോ ചെയ്യണം? ഫാദർ ബ്രഹ്മബാബയെ ഫോളോ ചെയ്യും. ബ്രഹ്മബാബയെ ഫോളോ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ബാബയെ കാണണ്ടേ, ബാബയെ നോക്കണ്ടേ, ബാബയെ പഠിക്കണ്ടേ,
ബാബയുടെ ജീവചരിത്രം പഠിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നതെന്ന് നോക്കൂ. ആത്മാവ് സ്വർണം പോലെയായിത്തീരും, വളരെ സുന്ദരമായ ശരീരം ലഭിക്കും, അളവറ്റ ധനം ലഭിക്കും, ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കും. 21 ജന്മങ്ങളിലേക്ക് കംപ്ലീറ്റ് നിരോഗിയായിരിക്കും. ആത്മാവ് തങ്കമായിരിക്കും. ആ തങ്കത്തിന് ഇരിക്കാനുള്ള മനോഹരമായ ശരീരവും പിന്നെ സൗഖ്യത്തോടു കൂടി സമൃദ്ധിയിൽ ജീവിക്കാനുള്ള ആ ഒരു ലോകവും നമുക്ക് ലഭിക്കും. സോ ബാബ ഗ്യാരണ്ടി പറയാം, നമ്മൾ ഇപ്പോൾ സഫലമാക്കിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്. ഗീതം. അവസാനം ആ ദിനം വന്നു. ഏത് ദിനം വന്നു? കാത്തിരുന്ന് ആ ദിവസം വന്നു. എപ്പോൾ നമുക്ക് നമ്മുടെ ദുഃഖത്തിൽ നിന്ന് മോചനമുണ്ടാകും? എപ്പോൾ നമ്മുടെ വിളി ഭഗവാൻ കേൾക്കും? എപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാവും? എപ്പോൾ നമുക്ക് നമ്മുടെ ഈശ്വരനെ കാണാൻ സാധിക്കും? എപ്പോൾ ഇതിനൊക്കെ ഒരു മുക്തി ഉണ്ടാവും? അല്ലേ? ആ ഒരു ദിനം വന്നു. ബാബ വന്നു, നമുക്കറിവ് നൽകി, നമ്മളെല്ലാവരെയും മുക്തരാക്കി കഴിഞ്ഞു. അതാണ് ബ്രാഹ്മണ ജന്മം. ബ്രാഹ്മണ ജന്മം തന്നെ ഒരു മുക്തിയുടെ ജന്മമാണ്. സോ ബാബ ഇന്നത്തെ മുരളിയിൽ മുഴുവൻ പറയണത് നമ്മുടെ 5 സ്വരൂപങ്ങളെക്കുറിച്ചാണ്. സോ ഇപ്പോൾ നമ്മൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ 2ാം ജന്മമെടുത്ത ആൾ, അറിവിൻ്റെ ജന്മമെടുത്ത ആൾ, ബ്രാഹ്മണ ജീവിതം, അതായത് ഈ കലിയുഗത്തിലും അഴുക്കിൻ്റെ ലോകത്തിലും പവിത്രമായിട്ട് ജീവിക്കുന്ന ആളെയാണ് ബ്രാഹ്മണൻ. താമര പുഷ്പ സമാനം ജീവിക്കുന്ന ആൾ ബ്രാഹ്മണൻ. സോ ദേവതകളെ കാണിച്ചില്ലേ? ദേവതകളാകുന്നതിന് മുമ്പ് ജീവിക്കുന്ന അവസ്ഥയാണ് ബ്രാഹ്മണൻ. അതുകൊണ്ടാണ് ദേവതകളെ താമരയിലിരിക്കുന്നതായിട്ടൊക്കെ കാണിച്ചിട്ടുള്ളത്, താമര കയ്യിൽ വെച്ചിരിക്കുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത്. സോ നമ്മുടെ ബ്രാഹ്മണ ജന്മം, ബാബയുടെ കൂടെയുള്ള ജന്മം, ബാബയുടെ ശ്രീമതം അനുസരിച്ചിട്ടുള്ള ജന്മം ആണ് ഈ ആത്മീയ ജന്മം, ബ്രാഹ്മണ ജന്മം. ഈ ബ്രാഹ്മണ ജന്മത്തിൽ നിന്നും അടുത്ത നമ്മുടെ അവസ്ഥയാണ് ഫരിസ്ത. അല്ലെ? ഇപ്പോൾ ബ്രഹ്മാബാബയും മറ്റ് മുതിർന്ന സഹോദരന്മാരെല്ലാവരും ഇപ്പോൾ സൂക്ഷ്മവദനത്തിൽ ഇരുന്നു കൊണ്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം സംഗമയുഗം പൂർത്തിയായിട്ടില്ല. സോ പൂർത്തിയാകുന്നത് വരെ അടുത്ത സ്റ്റേജിൽ നമ്മൾ ഫരിസ്ത, മാലാക. സോ നമ്മൾ നമ്മുടെ മാലാക അവസ്ഥയിലേക്ക് ഉയരും. ഈ ബന്ധനങ്ങളിൽ നിന്ന്, ശരീരത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തരായിട്ട് മാലാകാസ്ഥിതിയിലേക്ക് എത്തും. അവിടുന്ന് നമ്മൾ നമ്മുടെ മൂലവദനത്തിലേക്ക്, ആത്മലോകത്തിലേക്ക്, ആത്മബിന്ദുവായിട്ട് പോകും. അവിടെ ബിന്ദുസ്വരൂപം. സോ ബ്രാഹ്മണ സ്വരൂപം, മാലാകാസ്വരൂപം, ആത്മലോകത്തിൽ ബിന്ദുസ്വരൂപം. 3 സ്വരൂപങ്ങളായില്ലേ? ഓർമ്മ വേണം. ഇപ്പോൾ നമ്മൾ ബ്രാഹ്മണൻ, അടുത്തത് മാലാക, പ്രകാശ ശരീരത്തിലിരിക്കുന്ന അവസ്ഥ. അവിടുന്ന് നമ്മൾ ആത്മലോകത്തിൽ ബാബയുടെ അടുത്ത് ബിന്ദുരൂപം. അവിടെ നിന്ന് പിന്നീട് നമ്മൾ അത് അനാദി രൂപം, അനാദി നമ്മുടെ എപ്പോഴുമുള്ള രൂപം ബിന്ദുരൂപമാണ്. അത് പെർമനൻ്റാണ്. ആ ബിന്ദുക്കളായ നമുക്ക് പിന്നീട് നമ്മുടെ ആദി രൂപം, ഹോളിഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഹോളിഡേ ഡ്രസ്സ് ഏതാണ്? അതാണ് ദേവീ ദേവതകളുടെ ഡ്രസ്സ്. നമ്മൾ ദേവീ ദേവന്മാരായിട്ട് ഹോളിഡേ ആഘോഷിക്കാൻ, ഹോളിയസ്റ്റായി, ആത്മാവ് ഹോളിയസ്റ്റായിട്ട് പോകുന്നു. എന്നിട്ട് ആ ഹോളിഡേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമ്മുടെ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലേക്ക് നമ്മൾ വരും. 4ാമത്തെ രൂപം. ആ 4ാമത്തെ രൂപത്തിൽ നിന്നും പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് എവിടെയാണ്? സത്യത്രേതായുഗം കഴിഞ്ഞാൽ ദ്വാപരയുഗത്തിലേക്ക് എത്തുമ്പോഴേക്കും
നമ്മൾ പിന്നീട് നമ്മുടെ രൂപങ്ങളൊക്കെ നിശ്ചല രൂപങ്ങളാക്കി നമ്മൾ പൂജിക്കാൻ തുടങ്ങും. സോ പൂജ്യസ്വരൂപം, പൂജ്യദേവത. മറ്റേത് ദേവത, മറ്റേത് ക്ഷേത്രങ്ങളിൽ നമ്മൾ പൂജിക്കപ്പെടുകയാണ്. നമ്മൾ നമ്മുടെ തന്നെ രൂപം വെച്ചിട്ട് അത് പിന്നീട് കേവലം വിഗ്രഹങ്ങളായിട്ട് മാറുന്നൊരവസ്ഥയാണ് അല്ലേ? ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. നമ്മൾ നമ്മുടെ തന്നെ രൂപങ്ങൾ വെച്ച് ഇനി ആ രൂപങ്ങൾക്ക് ചൈതന്യമാവണം. നമ്മൾ പൂജിച്ചുകൊണ്ടിരുന്ന ആ രൂപങ്ങളെ, ആ ശിലകളെ, ആ ദേവതാ രൂപങ്ങളെ ചൈതന്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ദേവതകൾക്കൊക്കെ ആരാ പൂജ നൽകുന്നത്? ബ്രാഹ്മണര്. സോ നമ്മൾ ബ്രാഹ്മണരിപ്പോൾ പൂജ ചെയ്യാണ്. ആർക്ക് പൂജ ചെയ്യുക? പരമാത്മാ ശിവനെ പൂജ ചെയ്യുമ്പോഴാണ് ബാബ നമ്മളെ വീണ്ടും അലങ്കരിച്ച് ചൈതന്യ ദേവതയാക്കി മാറ്റും. അല്ലാണ്ട് നമുക്കിനി നമ്മുടെ ശിലകളെ പൂജ ചെയ്യേണ്ട ആവശ്യമില്ല. ബാബയെ പൂജ ചെയ്യുക. ശിവബാബയ്ക്ക് നമ്മുടെ ആ മാനസ പൂജ, അതാണ് രാജയോഗം. സോ ബാബ പറയാണ്, കുട്ടികളെ, നിങ്ങൾ ദേവതകളുടെ മുന്നിൽ, നിങ്ങളെ ദേവതകൾ എത്ര പേര് പൂജിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? അനേക ഭക്തര് ദേവതകളെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ പൂജിക്കുന്നത്? അല്ലേ? അവരുടെ ആശകൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് സുഖം വേണം, ശാന്തി വേണം, സമാധാനം വേണം, സന്തോഷം വേണം, അല്ല, ഈ ദുഃഖത്തിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു മുക്തി വേണം. ആര് കൊടുക്കും അവർക്ക്? സോ ശിവബാബ ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് നൽകുന്നു. ബാബ പറയാണ്, നിങ്ങൾ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും നൽകും. സോ ബാബ എല്ലാവർക്കും കൊടുക്കാനായിട്ട് നിമിത്തമാക്കപ്പെട്ടവരാണ് നമ്മൾ ബ്രാഹ്മണൻ. സോ ബ്രാഹ്മണന്റെ ജോലി തന്നെ എന്താണ്? കൊടുക്കുക, നൽകുക, ബാബയിൽ നിന്ന് എടുത്ത് നൽകുക. നമ്മളാണ് മീഡിയേറ്റർ. ഈശ്വരനും ഭക്തരും തമ്മിലുള്ള മീഡിയേറ്ററാണ് ബ്രാഹ്മണൻ. സോ നമ്മൾ ബ്രാഹ്മണരുടെ ജോലി ഓർമ്മ വേണം. സോ അതാണ് ബാബ ഇന്ന് കുട്ടികൾക്ക് വരദാനത്തിലെല്ലാം പറയുന്നത്. അച്ഛാ मीठे मीठे सिखी लदे बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को नमस्ते. ബാബ മുരളി കഴിയുമ്പോൾ അവസാനം ഒരു നമസ്തേ പറയും അല്ലേ? ആർക്കാ നമസ്തേ പറയുന്നത്? വളരെ കാലത്തെ വേർപാടിന് ശേഷം, കുറെ കാലമായി നമ്മൾ പിരിഞ്ഞിരിക്കുന്നു. എത്ര വർഷമായി പിരിഞ്ഞിരിക്കുന്നു ബാബയെ? 5000 വർഷം. ആദ്യം വിട്ടു വന്നവരല്ലേ നമ്മൾ. ബാബ നമ്മളെ ആദ്യം പറഞ്ഞയച്ചു ഹോളിഡേ ആഘോഷിക്കാൻ. പിന്നെ 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 നമ്മൾ അല്ല ഇവിടെ എത്തി. ഇനി ബാബയെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ബാബ നമ്മൾ തിരിച്ച് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. സോ തിരിച്ച് കിട്ടിയ കുട്ടികൾ അല്ലേ? സോ തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും അല്ലേ? ഗുഡ് ഈവനിങ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. നമ്മൾ ആത്മീയ കുട്ടികളും ആത്മീയ മാതാപിതാവിന് നമസ്കാരം. താങ്ക് യു ബാബ, താങ്ക് യു ടീച്ചർ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഞാൻ ശിവബാബയുടെ കുട്ടിയാണ്. ഭാവിയിൽ 21 ജന്മങ്ങളിലേക്ക് എനിക്ക് ഞാൻ ആരാകും? കോടിപതിയാകും. ഞാൻ ഭാവിയിൽ കോടിപതിയാകും. ഈ സന്തോഷത്തിൽ ഇരിക്കണം അല്ലേ? നമുക്ക് എന്താ ഇപ്പം കിട്ടിയത്? ഇനി ഞാൻ ആരായിത്തീരും? കോടിപതിയാകും. കോടിപതിയാകും. നമുക്ക് നമ്മുടെ കോടികളൊന്നും അല്ല നോട്ടുകെട്ടുകളാക്കി അലമാരയിൽ വെക്കേണ്ട ആവശ്യമില്ല. ഒരു കള്ളനും എടുത്തിട്ട് പോവില്ല അല്ലേ? കാരണം എന്താ? എന്തുകൊണ്ടാ? നമ്മുടെ കോടികൾ ഒരു കള്ളനും മോഷ്ടിച്ചു കൊണ്ടുപോവില്ല. നമ്മുടെ നോട്ടുകെട്ടുകൾ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഏജൻസികളും നമ്മുടെ കോടികൾ എടുത്തിട്ട് പോവില്ല. എന്തുകൊണ്ട് എടുത്തിട്ട് പോവില്ല? പറയൂ നോക്കട്ടെ.
നമ്മുടെ കോടികൾ ആരും എടുത്തിട്ട് പോവില്ല. കാരണം നമ്മൾ ഇത് ശരിയായ രീതിയിൽ സമ്പാദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്കിത് നഷ്ടപ്പെടുകയില്ല. ഇതിനൊന്നും സൂക്ഷിക്കാൻ നമുക്ക് പേടിക്കുകയോ വേണ്ട, ഒരു ലോക്കറും വേണ്ട, അല്ല ഒന്നും വേണ്ട. അത് നമ്മുടെ കൂടെ അനേക ജന്മജന്മങ്ങളിലേക്ക് ആ സമ്പത്ത് വന്നുകൊണ്ടിരിക്കും, കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ ആ സന്തോഷത്തിൽ ഇരിക്കണം. കൂടാതെ സർവരെയും സന്തോഷിപ്പിക്കണം. ഈ കോടികളുടെ രഹസ്യം വേറെ ഒന്നാണ്. സന്തോഷമായി ഇരിക്കുക, എൻ്റെ അടുത്ത് കോടികളുണ്ട് എന്നുള്ള സന്തോഷം, അത് എല്ലാവർക്കും കൊടുത്ത് അവരെയും സന്തോഷിപ്പിക്കുക, അല്ലേ? സോ കോടികളുടെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് അതാണ് ധനവാന്മാർ കൂടുതൽ ധനവാന്മാരായിക്കൊണ്ടേയിരിക്കും. എങ്ങനെയാണ് ധനവാന്മാരാകുന്നത്? അത് ശരിയായിട്ട് വിനിയോഗിക്കുമ്പോഴാണ് മൾട്ടിപ്ലൈ ആകുന്നത്. സോ ബാബ തന്നിട്ടുള്ളതിനെല്ലാം സന്തോഷത്തെ അനേകർക്ക് കൊടുത്ത് നമ്മുടെ സന്തോഷത്തിൻ്റെ ഖജനാവ് വർദ്ധിപ്പിക്കണം. ബാബ പറയാണ്, ഇനി നിങ്ങൾക്ക് ഒരു കാര്യത്തെക്കുറിച്ചും ആശങ്കപ്പെടേണ്ട. ഡോണ്ട് വറി, ബി ഹാപ്പി. ഇനി ഒരു വറീസും ഇല്ലല്ലോ കുട്ടികൾക്ക്. എല്ലാ ആശങ്കകൾക്കും വറീസിനും വിട, അല്ലേ? ബാബ പറയാണ്, ഇനി ഒരേ ഒരു ബാബയുടെ അദ്വൈത മതമനുസരിച്ച് പരിധിയില്ലാത്ത വൈരാഗിയാകണം. ഒരേ ഒരു ബാബയെ അനുകരിക്കണം. ഒരു ബാബയുടെ ശ്രീമതമനുസരിച്ച് നടക്കുക, പരിധിയില്ലാത്ത വൈരാഗ്യം. ഈ പഴയ ലോകത്തോട്, രാവണന്റെ സാധനങ്ങളോട് വൈരാഗ്യം. ഇനി എനിക്ക് അയാളുടെ ഒരു സാധനവും വേണ്ട. അശുദ്ധമായ രാവണന്റെ കൊടുങ്ങുന്ന സാധനങ്ങൾ, മായാപ്രപഞ്ചം, ഇന്നത്തെ ഡ്രഗ്സ് എന്നൊക്കെ പറയില്ലേ, അതിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് അടിമയായിട്ട് മാറും. സോ ഡ്രഗ്സ് മാത്രമല്ല, ഈ ലോകത്തിൽ രാവണന്റെ എല്ലാ സാധനങ്ങളും, അല്ലേ, നമ്മളെ മോഹിപ്പിച്ച് രാവണൻ നമ്മളെ അതിൻ്റെ അടിമയാക്കി മാറ്റി. നമ്മൾ അഡിക്റ്റഡ് ആയിട്ട് മാറി. അതുകൊണ്ട് ബാബ പറയാണ്, നിങ്ങൾ അതിൽ നിന്നും വൈരാഗിയായിട്ട് മാറണം. വൈരാഗി, ആവശ്യത്തിന് എല്ലാ കാര്യത്തെയും അടിമയാകാതെ ഉപയോഗിക്കാൻ പറ്റണം. അടിമയാകാതെ ഉപയോഗിക്കുക, അതാണ് നിർമോഹി അവസ്ഥ. അതാണ് വൈരാഗി അർത്ഥം. വൈരാഗ്യ അർത്ഥം അതിനെ ഉപയോഗിക്കില്ല എന്നുള്ളതല്ല, ആവശ്യത്തിന് പ്ലസ് അതിനെ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഓക്കെ, നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഈശ്വരീയ സേവനത്തിനായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. ബാബക്കുട്ടികൾക്ക് നൽകുന്ന വരം സ്പെഷ്യൽ വരമാണ്. സന്തോഷത്തിൻ്റെയും ദയയുടെയും ഗുണത്തിലൂടെ വിശ്വ നവനിർമ്മാണം നടത്തുന്ന വിശ്വമംഗളകാരിയായി ഭവിക്കൂ. സന്തോഷത്തിൻ്റെയും ദയയുടെയും ഗുണത്തിലൂടെ. സന്തോഷം, ദയ, ഈ രണ്ട് ഗുണവും വെച്ചിട്ട് എന്ത് ചെയ്യണം? വിശ്വനവനിർമ്മാണം ചെയ്യണം. വിശ്വനവനിർമ്മാണം ചെയ്യുന്നവരെയാണ് എന്ത് പറയുന്നത്? വിശ്വമംഗളകാരി ഭവ. വിശ്വമംഗളകാരിയായി ഭവിക്കൂ. സോ വിശ്വമംഗളകാരിയായി ഭവിക്കൂ, ആയിത്തീരും. ബാബ സർവമംഗളകാരിയാണ്. സദാശിവൻ സദാ സർവരുടെയും മംഗളം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സർവമംഗള പ്രകാശമാണ് ബാബ നൽകിക്കൊണ്ടേയിരിക്കുന്നത്. അതിൽ നിന്ന് വേറൊന്നുമല്ല, അതിലൂടെ എല്ലാ നന്മകളും മാത്രമേ ഉണ്ടാവൂ. അങ്ങനെയുള്ള ആ സദാശിവന്റെ കുട്ടികളും ബാബ നമ്മളെയും ആ വിശ്വമംഗള കർത്തവ്യത്തിന് നിമിത്തമാക്കിയിരിക്കുകയാണ്. നമ്മളും വിശ്വമംഗളം ചെയ്തുകൊണ്ടിരിക്കണം. വിശ്വമംഗളം ചെയ്തുകൊണ്ടിരിക്കാൻ 2 ക്വാളിറ്റീസ് കുട്ടികൾ ഉണ്ടാവണമെന്ന് ബാബ പറഞ്ഞു. ഏതാ 2 ക്വാളിറ്റി? സന്തോഷവും ദയയും. സന്തോഷം എന്ന് പറയുന്നത് ലൈറ്റ് ഇടുന്നത് പോലെയാണ്, വെളിച്ചം. എല്ലാവരും ഇരുട്ടില്ല. സോ ബാബ വന്ന് നമ്മുടെ വെളിച്ചം ഓണാക്കി, സന്തോഷത്തിൻ്റെ വെളിച്ചം ഓണാക്കി. ഇനി നമ്മുടെ മുഖം എങ്ങനെ ഉണ്ടായിരിക്കണം? അല്ലേ, ബൾബ് ഓൺ ചെയ്തതുപോലെ സദാ സന്തോഷത്തിൻ്റെ പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കണം. എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന അതാണ്. കുറച്ച് സന്തോഷം ആരുടെ അടുത്ത് നിന്ന് കാണുക, അല്ലേ? സന്തോഷം കാണണമെങ്കിൽ ആരെ കാണണം? ബാബയുടെ കുട്ടികളെ കാണണം.
ബാബ നോക്കൂ, എൻ്റെ കുട്ടികളെ പോയി നോക്കൂ നിങ്ങൾ, അവരെങ്ങനെ ഇരിക്കുന്നു അല്ലേ. അപ്പോൾ ബാബ നമ്മളെയൊക്കെ കാണാൻ വന്ന് എങ്ങനെ ഉണ്ടായിരിക്കണം, നമ്മളെങ്ങനെ കാണിച്ചു കൊടുക്കണം, എങ്ങനെ ഉണ്ടായിരിക്കണം അല്ലേ. എന്ത് ചെയ്യണം? സന്തോഷം വേണം, ദയയും തോന്നണം. ഞാൻ എന്തിനാ സന്തോഷമായിട്ടിരിക്കുന്നത്? അത് എൻ്റെ ഒരു ദയാഭാവത്തോടു കൂടി അവർക്കും ആ സന്തോഷം നൽകാൻ വേണ്ടിയിട്ട് ഞാൻ സന്തോഷമായിട്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ സർക്കസിലൊക്കെ ഈ ജോക്കർമാരൊക്കെ ഇരുന്ന് ജോക്ക് അടിച്ചുകൊണ്ടിരിക്കും, സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും അല്ലേ. അമ്മമാർ വീട്ടിൽ കുട്ടികളുടെ മുന്നിലൊക്കെ അല്ലേ പറയാറുണ്ടല്ലോ, എത്ര വേദനയുണ്ടെങ്കിലും അതിനെ ഒതുക്കിക്കൊണ്ട് മുഖത്ത് ഒരു സന്തോഷം. എന്തിനാ മുഖത്ത് സന്തോഷം കാണിക്കുന്നത്? വേദന കാണിക്കാതെ വേദനയോ ദുഃഖത്തെയോ ഒക്കെ ഉള്ളിൽ അടക്കിക്കൊണ്ട് പുറത്ത് സന്തോഷം കാണിക്കുക. എന്തിനു വേണ്ടിയിട്ട്? എൻ്റെ ദുഃഖം കാരണം മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാവണ്ട, മറ്റുള്ളവർക്ക് നമ്മൾ സന്തോഷം. അതാണ് ദയാഭാവന. ആ ദയാഭാവന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് നമ്മുടെ സന്തോഷത്തെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കണം എന്ന് തോന്നൽ വേണം, എനിക്ക് കൊടുക്കണം. സോ ബാബ പറയുന്ന കുട്ടികളെ, നിങ്ങൾ വിശ്വമംഗളകാരിയാകുന്നതിന് വേണ്ടി മുഖ്യമായും ഈ 2 ധാരണകൾ ആവശ്യമാണ്. ഒന്ന് ഈശ്വരീയ ലഹരി, അതാണ് സന്തോഷം. 2 ദയ, അഥവാ ലഹരിയും ദയയും രണ്ടും ഒപ്പത്തിനൊപ്പം സമാനവുമാണെങ്കിൽ ആത്മീയതയുടെ സ്ഥിതി ഉണ്ടാകുന്നു. ദയയും സന്തോഷവും ലഹരിയും ആത്മീയ ലഹരിയും ഉണ്ടെങ്കിൽ അതാണ് ബാബ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ആത്മീയത. അതുകൊണ്ട് എപ്പോൾ എന്ത് കർത്തവ്യം ചെയ്യുന്നുവോ അല്ലെങ്കിൽ മുഖത്തിലൂടെ വർണ്ണിക്കുന്നുവോ അപ്പോൾ പരിശോധിക്കൂ, ദയയും ലഹരിയും രണ്ടും സമാന രൂപത്തിൽ ഉണ്ടോ. സോ എല്ലാവരും അവരവരുടെ ഓരോ കർത്തവ്യത്തെയും പരിശോധിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ചെയ്യുന്ന ഓരോ കർത്തവ്യത്തിലും ഈ 2 ക്വാളിറ്റി ഉണ്ട്. ഞാൻ സ്വാർത്ഥഭാവത്തോട് കൂടിയിട്ടാണോ ചെയ്യുന്നത്, ദയാഭാവത്തോട് കൂടിയിട്ടാണോ ചെയ്യുന്നത്? സദാ ആത്മീയ ലഹരിയിലിരുന്നു കൊണ്ടാണോ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ല ഒരു നിർവികാരാവസ്ഥ, വിറക് പോലെ സുഖമില്ല ദുഃഖമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഒരു മൂഡ് ഓഫായ ഒരു നിരാശാവസ്ഥ? ഏതാണ് എൻ്റെ അവസ്ഥ? ഏതാണ് എൻ്റെ മനോനില, എൻ്റെ മനോഭാവം അല്ലെങ്കിൽ മനസ്ഥിതി? പരിശോധിക്കൂ. ആത്മീയ ലഹരിയിലിരുന്നു കൊണ്ട് ദയാഭാവത്തോടു കൂടിയിട്ടാണോ ഞാൻ ഓരോ കർത്തവ്യവും ചെയ്യുന്നത് എന്ന് പരിശോധിക്കൂ. പവന ശക്തികളുടെ ചിത്രങ്ങളിൽ ഈ 2 ഗുണങ്ങളുടെ സമാനത കാണിക്കുന്നുണ്ട്. ദേവതകളുടെ ഓരോ ചിത്രങ്ങളിലും ഈ 2 പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും. സോ ചിത്രം എടുത്ത് നോക്കൂ, അവരെത്ര പ്രസന്നരാണ്, എത്ര സന്തോഷത്തിലാണ്. അവരുടെ മുഖം തന്നെ ആ പ്രസന്ന ഭാവം അല്ലേ. ദയയുമുണ്ട്, അതുകൊണ്ടാണ് അവർ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ബാബറിന് ഇതിൻ്റെ ആധാരത്തിൽ വിശ്വനവനിർമ്മാണത്തിന് നിമിത്തമാകൂ, വിശ്വമംഗളകാരിയാകൂ, ബാബയുടെ റൈറ്റ് ഹാൻഡായി മാറൂ, ബാബയുടെ സഹായി കുട്ടികളായിട്ട് മാറൂ അല്ലെ. ഈശ്വരൻ്റെ സഹായികളായിട്ട് മാറാൻ നമുക്ക് ഈ 2 ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. സ്ലോഗൻ ബാബ പറയാണ്, കുട്ടികളെ, ബാബയുടെ സ്നേഹത്തിന് മുന്നിൽ വ്യർത്ഥ സങ്കല്പങ്ങളെ സമർപ്പിക്കൂ. ഇതാണ് സത്യമായ സമർപ്പണം. ബാബയുടെ സ്നേഹത്തിന് മുന്നിൽ വ്യർത്ഥ സങ്കല്പങ്ങളെ സമർപ്പിക്കൂ. ബാബ വന്നു, നമുക്ക് ജ്ഞാനം നൽകി. ബാബ നമ്മൾ കുട്ടികളെ ബാബയുടെ കുട്ടികളാക്കി മാറ്റി. എൻ്റെ കുട്ടികളെ എന്ന് പറഞ്ഞ് ബാബ അങ്ങനെ നമ്മളെടുത്തു. ആ സ്നേഹത്തിന് മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം? സമർപ്പണം. എന്താ സമർപ്പണമാക്കേണ്ടത്? ബാബയെ കിട്ടിയ എനിക്ക് എല്ലാം കിട്ടി. ആ ആത്മീയ ലഹരിയും സന്തോഷം നമ്മൾ ഇനി അനുഭവിക്കണം. ഇനി എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അത് ശരിയായില്ല, ഇത് ശരിയായില്ല. അതാണ് വ്യർത്ഥ സങ്കല്പങ്ങൾ.
അവർ ശരിയില്ല, ഇവർ ശരിയില്ല, ആ പ്രശ്നം ഈ പ്രശ്നം അല്ലേ. നമ്മുടെ കൂടെയുള്ളവരും ചുറ്റുപാടുള്ളവരും അവരെക്കുറിച്ചും ഇവരെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും ഇപ്പോഴും നമുക്ക് കംപ്ലൈൻറ്റുകളാണോ? അതൊക്കെ കലിയുഗത്തിൻ്റെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് ഇപ്പോഴൊക്കെ അങ്ങനെയാണ്. നമ്മുടെ പഴയ വൈബ്രേഷൻസ് ഒക്കെ പോയതുകൊണ്ട് അതങ്ങനെയാണ്. മുന്നോട്ട് പോകുന്നതോറും അത് ശരിയായിക്കോളും. പക്ഷെ ഇപ്പോൾ നമ്മൾ ബാബയുടെ സംഘത്തിലാണ്, ബ്രാഹ്മണനാണ്. ബാബയെ കിട്ടിക്കഴിഞ്ഞു. ബാബ എൻ്റെ കൂടെയുണ്ട്, ഞാൻ ബാബയുടെ കൂടെയാണ്. അതുകൊണ്ട് ഇനി വ്യർത്ഥ സങ്കല്പങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ്. അതാണ് സ്നേഹത്തിന് മുന്നിൽ സമർപ്പണമാവുക എന്ന് പറഞ്ഞാൽ. വീണ്ടും പോയിട്ട് കംപ്ലൈൻറ്റുകളില്ല. സ്റ്റോപ്പ്, ശരിയായിക്കോളും. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ബാബ നമുക്ക് ഇതിനെല്ലാം ശരിയാക്കി അവിടേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സോ ഇവിടെ നമുക്ക് കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ട്. സോ അത് തീരുകയാണെന്നുള്ള ബോധത്തിൽ അതിനെല്ലാം ബാബയുടെ ഓർമ്മയിൽ അങ്ങനെ തീർത്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഓം ശാന്തി. അപ്പോൾ നാളെ സിസ്റ്റർ എല്ലാവരെയും വന്ന് കാണും. അപ്പോൾ നാളെ വീണ്ടും കാണാം. എല്ലാവർക്കും ഇൻ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഓം ശാന്തി. ഒരു നിമിഷം ബാബയുടെ ഓർമ്മയിലിരിക്കാം.